ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൂര്യ കിച്ചൺ. ഞാൻ സൂര്യ രംഗീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു 4 മണി പലഹാരമായ ഓട്ടടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്ടട നമുക്ക് അരി വെച്ചുണ്ടാക്കാം, ഗോതമ്പ് ആണ് നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരു എളുപ്പത്തിനായിട്ട് ഗോതമ്പ് പൊടി വെച്ച്, ഇപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണണമെന്നില്ല. ഗോതമ്പ് പൊടിയാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയുടെ എന്തുമാത്രം ഇടണമെന്നല്ല ഞാനത് മിക്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിരകിയ തേങ്ങ. 1 ടീസ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ്സിൽ വെള്ളം. പിന്നെ നമുക്ക് വാഴയിലയിലാണ് ഈ ഓട്ടട നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 വാഴയില നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓട്ടടയുടെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്കൊരു 8 ടീസ്പൂൺ കോക്കനട്ട് ആഡ് ചെയ്യണം. 5, 6, 7, 8. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 4 ടീസ്പൂൺ ശർക്കരയും ആഡ് ചെയ്യണം. അപ്പം 4 എന്നുള്ളത് 5, 6 ആയാലും കുഴപ്പമില്ല. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. ഇനി മധുരം കുറച്ച് മതിയവർക്ക് അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർക്കുന്നു. ഇനി ഞാൻ ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്യാതെ കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അതെല്ലാം മിക്സായി കിട്ടും. ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്ത ആ തേങ്ങയിലെ വെള്ളമായി വന്നിട്ട് ആ ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിച്ചോളൂ. ഇപ്പം ഇത് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അങ്ങനെ എല്ലാവരും അതുമാത്രം കഴിച്ചിരുന്ന ഒടുവിൽ ഓട്ടടയ്ക്കകത്ത് വെക്കാൻ കാണാതെ പോകരുത്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഓട്ടടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ഗീ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗീ നമുക്ക് ഇത്രയല്ല, കൂടുതൽ വേണേലും ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം ഗീ വളരെ നല്ലതാണല്ലോ, അതുകൊണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും ഇടുകയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ കൈവച്ചാണിത് കുഴക്കേണ്ടത്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം മൊത്തത്തിൽ ഒഴിക്കരുത്. ഇങ്ങനെ കുറച്ച് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിയുടെ പരുവമൊന്നുമല്ല, ഇത്തിരി ഒരു ലൂസ്, അതായത് നമുക്ക് കൈ വെച്ച് പരത്താവുന്ന ഒരു പരുവം. ആ പരുവത്തിൽ നമ്മളിതിനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഞാനിതിനെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വാഴയില എടുത്ത് അതിലേക്ക് നമുക്ക് പരത്താം. അതിനായി ഞാനിവിടെ വാഴയില എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ആദ്യം നമ്മൾ കൈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് മുക്കുക. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ മാവ് കുറച്ചെടുത്ത് ഇങ്ങനെ വെക്കുക. ആദ്യം കുറച്ചെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിൽ വീണ്ടും കൈ മുക്കുക. കൈ മുക്കിയ ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതുണ്ടോ, നമ്മളങ്ങനെ പരത്തുമ്പോൾ നമ്മുടെ കൈ വിരലിൻ്റെ പാട് വരുന്നുണ്ടോ? അതുപോലെ ഇങ്ങനെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുകയാണ് മാവ്. അപ്പം നമുക്കതിനെ ഇങ്ങനെ നന്നായിട്ട് ഇലയിൽ പരത്തി കൊടുക്കാം. നന്നായിട്ട്
അതായത് ഈ സൈഡും ഏകദേശം ഒരേപോലത്തെ നീളത്തിൽ വരണം. ഇത് നമുക്ക് മടക്കാനുള്ളതാണ്. അപ്പോൾ അത് ജോയിൻ്റ് ആകുമ്പം ഈസി ആയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കട്ടിയാകരുത്, തീരെ കട്ടി കുറഞ്ഞു ആകരുത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് പരത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും അതെടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ശർക്കരയും തേങ്ങയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് അത് ആ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, ഇങ്ങനെ സൈഡിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. ഈ നടുക്ക് മാത്രം ഇങ്ങനെ ഇവിടെ കുറച്ച് ഇടകിട്ട് നിൽക്കുന്ന പോലെ ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇലയെ ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വയ്ക്കുക. നേരെ ഇങ്ങനെ മടക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതുപോലെ നമുക്ക് എല്ലാ ഇലയിലും ഇങ്ങനെ പരത്തിയെടുക്കാം. ഇപ്പോൾ US-ലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ വാഴയില എവിടെ കിട്ടും? നമുക്ക് കമ്പയർ ഫുഡ്സ്, G-മാർട്ട് അങ്ങനെയുള്ള ഷോപ്പിലെല്ലാം ഇന്ത്യൻ സ്റ്റോറിലും കിട്ടാറുണ്ട്. ഇത് ഞാൻ ശരിക്കും കമ്പയർ ഫുഡ്സിൽ നിന്ന് ഫ്രോസൺ മേടിച്ചതാണ്. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ അത് കുറച്ച് ഒരു 10 മിനിറ്റ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലയായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം അതിനെ നന്നായിട്ട് കഴുകി നമുക്ക് തുടച്ചെടുത്താൽ മതി. അപ്പം നല്ല ഇലയായിട്ട് കൊണ്ട് ഇപ്പോഴും ഞാനിപ്പോൾ മേടിച്ചിട്ടൊരു 4 മാസത്തിലും മെച്ചമായിട്ടുണ്ട്. ഇപ്പോഴും നോക്കി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ വാഴയിലെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രോസൺ മേടിച്ച് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ മാവെല്ലാം ഇലയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത 2 ഗ്ലാസ് മാവിൽ നിന്ന് നമുക്കൊരു 4 ഓട്ടടയ്ക്കുള്ള ഇതാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഓട്ടട എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന്. അതിനായി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് മൺചട്ടിയിലാണ്. ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ മൺചട്ടി ഇല്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. നമുക്കിത് നമ്മുടെ സാധാരണ ഒരു പാനിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഈ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഓട്ടട മൺചട്ടിയിലേക്ക് വെക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ ചൂടായ മൺചട്ടിയിലേക്ക് ഈ കോർണർ എപ്പോഴും ഈ സൈഡിൽ വരുന്ന പോലെയൊക്കെ, ഇതെന്ന് വെച്ചാൽ നമുക്കിത് മറിച്ചിടണം ഇടയ്ക്ക്. അതിന് വേണ്ടിയാണ് എപ്പോഴും ഇങ്ങനെ വെക്കുന്നത്. അടുത്തതെടുത്ത് ഈ സൈഡിലേക്ക് വെക്കുക. നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ട്. ഇതാണ് നമുക്ക് സൈഡിൽ ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ മറിച്ചിടാം. ഇനി നമുക്കൊരു ലിഡ് വെച്ചിട്ട് ഇത് അടച്ച് വെക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ഡ്രൈ ആയി പോകില്ല ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ. അടച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പം കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരുപാട് നേരം വേണ്ട, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിടാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കൊണ്ട് ആ ഇലയെല്ലാം ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ കണ്ട് ഇതിൻ്റെ അടിഭാഗം എങ്ങനെ ഇരിക്കുന്നു, ഇതിനെ അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൈ സൂക്ഷിച്ചോണം പൊള്ളാതെ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ലെങ്കിൽ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം കണ്ട ആ ഇലയെല്ലാം വാടി വരുന്നത്. നമുക്ക് ഇനി ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയായിട്ടുണ്ടെന്ന്. ഇത് നോക്ക്, ഇപ്പോൾ ഇലയൊക്കെ കണ്ട നല്ല ബ്രൗൺ കളറെല്ലാം മാറി, പച്ചപ്പെല്ലാം മാറി ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ, ഇപ്പോൾ അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്ന് ഇത് ശർക്കര വെച്ചിട്ടുള്ള മധുരമുള്ളതായതുകൊണ്ട് ഇന്ന് ഗീതൂട്ടിയാണിത് ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അവളെ എന്ത് പറയുന്നു. ഇപ്പോൾ നമുക്ക് ഈ അടയെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇല കണ്ടോ, നമ്മൾ നല്ല ഗ്രീൻ ആയിട്ടിരുന്നതാണ് ഇപ്പോൾ ഈ കളറായിട്ടുണ്ട്. നോക്കിയാൽ ഇപ്പം അട എങ്ങനെ ഇരിക്കുമെന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്ക് സൈഡ് ഇതുണ്ടോ ഈ ഒരു പരുവത്തിൽ ഇരിക്കും. ഇത് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടും ചെയ്യാം. പക്ഷേ ഇതാണ് എപ്പോഴും നമ്മൾക്ക് നല്ലൊരു പരുവം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമുക്ക് മോൾക്ക് കൊടുത്ത് നോക്കാം. ഞാൻ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ചായയും എടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല മധുരമാണ് അകത്ത്, ശർക്കരയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇത് നല്ല ചൂട് കാണാത്ത. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചൂട് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഇനി മോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കഴിച്ചു നോക്കിയ മോളെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇഷ്ടമായോ മോൾക്ക്? ഇതാണോ നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണോ മോൾക്ക് ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇതിന് വേറെ ടേസ്റ്റ് അല്ലേ? നമ്മൾ ഇലയുടെ ആ വാഴയിലയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇതും ചായയും കൂടെ അടിപൊളി കോമ്പിനേഷൻ അല്ലേ?
മൊത്തം ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗീതുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അവൾക്ക് ശർക്കര വെച്ചിട്ടുള്ള പലഹാരങ്ങളെല്ലാം തന്നെ ഇഷ്ടമാണ്. അപ്പോൾ മോള് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ ഡിഷുമായി പിന്നെ അടുത്തത് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ.